അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കൈഫ ഹാലക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് എക്സാമിന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. സൈലം നിങ്ങളെ കൂടെ ഉണ്ട്. എല്ലാം പഠിപ്പിച്ചു തരാനും ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. എല്ലാ സബ്ജക്റ്റും അടിപൊളിയാക്കിയിട്ട് A+ വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻസൊക്കെ എഴുതി അറിയിക്കുക, ഇഷ്ടപ്പെട്ടാലൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ മാം ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 4ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കണ്ടൻറ്റ് ഉണ്ട്. അതായത് നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ പഠിക്കുക അല്ലേ. ഫാമിലി മെമ്പേഴ്സിൽ ആരൊക്കെയുണ്ട്, അവരാരൊക്കെയാണ്, അവർ ഇപ്പോൾ ഉപ്പാക്ക് എന്താണ് പറയുക, ഉമ്മിക്ക് എന്താണ് പറയുക, അതേപോലെ ഗ്രാൻഡ്പയ്ക്ക് എന്താണ് പറയുക, ഗ്രാൻഡ്മയ്ക്ക് എന്താണ് പറയുക, കസിൻസിന് എന്താണ് പറയുക അല്ലേ, അങ്കിൾ ആൻറ്റി ഇവർക്കൊക്കെ എന്താണ് പറയുക. അപ്പോൾ ഇതേപോലെയുള്ള എന്താ പറയുക ഒരു പോർഷൻ നിങ്ങൾക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഒരു ഫാമിലി ട്രീ പോലെ തന്നിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ എഴുതാൻ വേണ്ടി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടണ്ടേ, അപ്പോൾ അത് പഠിക്കണ്ടേ? യെസ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാം ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് എടുക്കാം. നോക്കൂ മക്കളെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ആരൊക്കെയാ ഉള്ളത് അല്ലേ, ആരൊക്കെയോ ഉണ്ട് അല്ലേ. ഇവിടെ നോക്കിയേ, അബുൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് അല്ലേ. അബുൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉപ്പയാണ്. നമ്മുടെ സ്വന്തം ഉപ്പാനെയാണ് നമ്മൾ അബുൻ എന്ന് പറയാം, അല്ലെങ്കിൽ അബി എന്നും പറയാം അല്ലേ. അബി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ അല്ലേ. അപ്പോൾ അബുൻ ഉപ്പ. ഇനി അടുത്തത് ഉമ്മുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മുൻ എന്ന് പറഞ്ഞാൽ ഉമ്മയാണ് അല്ലേ. അതായത് നമ്മുടെ ഉമ്മാനെയാണ് നമ്മൾ ഉമ്മുൻ എന്ന് പറയാം അല്ലേ. അടുത്തത് എന്താണ്? അഹുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രദറാണ് അല്ലേ. അഹുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രദറിനെയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്കൊരു ബ്രദർ ഉണ്ടെങ്കിൽ, ഒരു ആങ്ങള ഉണ്ടെങ്കിൽ അവനെ നമ്മൾ എന്ത് പറയാ? അഹുൻ എന്നാണ് പറയാം. ഓക്കെ. ഇനി ഉഖ്തുൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഉഖ്തുൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമുക്കൊരു പെങ്ങളുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിപ്പെങ്ങളുണ്ടെങ്കിൽ, കച്ചറ കൂടാനും അടി കൂടാനും ഒക്കെ ഒരു കുഞ്ഞിപ്പെങ്ങൾ നമുക്കുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഉഖ്തുൻ എന്ന് പറയാം. എന്താണ്? ഉഖ്തുൻ. അടുത്തത് ഹാലുൻ എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ അമ്മുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്കിളാണ്. ഹാല് എന്ന് പറഞ്ഞാലും അമ്മ എന്ന് പറഞ്ഞാലും അങ്കിളാണ്. പക്ഷെ അത് 2 ടൈപ്പ് ഓഫ് അങ്കിളാണ്. ഓക്കെ. ഹാല് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ നിങ്ങൾക്ക്? ഹാലുൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹാല് എന്ന് പറഞ്ഞാൽ അതായത് മദറിൻ്റെ ബ്രദറിനെയാണ് നമ്മൾ ഹാല് എന്ന് പറയാം. ഓക്കെ. ഉമ്മാൻ്റെ ആങ്ങളിനെയാണ് നമ്മൾ എന്ത്? ഹാല് എന്ന് പറയാം. ഓക്കെ. എന്നാൽ അമ്മ എന്ന് പറഞ്ഞാൽ ഫാദറിൻ്റെ ബ്രദറിനെയാണ് നമ്മൾ അമ്മ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ആ 2 രീതിയിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. മദറിൻ്റെ ബ്രദറിനെ നമ്മൾ എന്ത് പറയും? ഹാല് എന്ന് പറയും. ഫാദറിൻ്റെ ബ്രദറിനെയാണ് നമ്മൾ എന്ത് പറയുക? അമ്മ എന്ന് പറയാം കേട്ടോ. അടുത്തത് ഹാലത്ത്, അമ്മത്ത്, ആൻറ്റി അല്ലേ. രണ്ടിനും നമുക്കറിയാം ആൻറ്റി. അടുത്തത് ഗ്രാൻഡ്പ, ജദ്ദത്ത് അല്ലേ. ജദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഗ്രാൻഡ്പയാണ്. ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഗ്രാൻഡ്മയാണ് അല്ലേ. അതായത് നമ്മളെ വീട്ടിൽ വല്യപ്പയും വല്യമ്മയും ഒക്കെ ഉണ്ടാവുമല്ലോ, അവരെയാണ് നമ്മൾ ഗ്രാൻഡ്പയും ഗ്രാൻഡ്മയും എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് നോക്കിയേ, ജദ്ദിന് താ ഉണ്ടോ? മാറിപ്പോവരുതേ. ജദ്ദിന് എന്തില്ല? താ ഇല്ല. ജദ്ദിന് എന്തില്ല? താ ഇല്ല. എന്നാൽ ജദ്ദത്തിന് എന്തുണ്ട്? താ ഉണ്ട് അല്ലേ. അപ്പോൾ ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വല്യമ്മക്കാണ് പറയാം, ഗ്രാൻഡ്മക്കാണ് പറയാം. ഓക്കെ. ഗ്രാൻഡ്മയ്ക്കാണ് നമ്മൾ ജദ്ദത്ത് എന്ന് പറയാം. ഗ്രാൻഡ്പയ്ക്ക് എന്താണ് പറയാ? ഗ്രാൻഡ്പയ്ക്ക് ജദ്, അത്ര തന്നെ പറയുള്ളൂ. ജദ് എന്നാണ് നമ്മൾ ഗ്രാൻഡ്പയ്ക്ക് പറയാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, സെറ്റായെന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താണ്? നെക്സ്റ്റ് വന്നിട്ട് യെസ്, വന്നിട്ട് നമ്മുടെ റലിയ ആണ് അല്ലേ. ആരാ മക്കളെ റലിയ എന്ന് പറഞ്ഞാൽ? ആരാ ഈ റലിയ? അറിയോ? ആർക്കെങ്കിലും അറിയോ റലിയ ആരാണെന്ന് അറിയോ? റലിയ എന്ന് പറഞ്ഞാൽ ബേബിക്കാണ് പറയാം കേട്ടോ. ബേബി, കുഞ്ഞു ബേബി ഇല്ലേ, അതിനെയാണ് നമ്മൾ റലിയ, തിഫിൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ റലിയ എന്ന് പറഞ്ഞാൽ ബേബിയാണ്. അടുത്തത് ഇബ്നത്തു അമ്മ. ആരാണ് ഇബ്നത്തു അമ്മ? നമ്മൾ ആരെ ചോദിച്ചാലും, നമ്മളെ കുടുംബത്തിൽ ആര് ചോദിക്കുകയാണെങ്കിൽ കസിൻ
അതാരാ, അതെൻ്റെ കസിനാണ്. ഇതാരാ, ഇതെൻ്റെ കസിനാണ്. അത് ഇംഗ്ലീഷിൽ ടോട്ടലി അതിന് കോമൺലി പറയുന്നത് കസിൻ എന്നാണ് അല്ലേ. അപ്പോൾ ഇബ്നത്തു അമ്മ് എന്നാണ് നമ്മൾ അമ്മിൻ്റെ അങ്കിളിൻ്റെ മകളെ പറയുക ഇബ്നത്തു അമ്മ് അല്ലെങ്കിൽ ഇബ്നത്തു ഖാല്. മനസ്സിലായോ? ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ എന്താ പറയുക കസിനെ പറയുക. ഓക്കെ, ഇനി ടോട്ടലായിട്ട് നമ്മൾ ഫാമിലിക്ക് പറയുന്നതാണ് ആ ഇലത്ത് എന്നാണ്. ആ ഇലത്ത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും ആരാണെന്ന് അല്ലേ. ഇവിടെ നോക്കിയേ, ആദ്യം ആരാണ്? ജദ്ദാണ് അല്ലേ. ജദ്, ജദ്ദത്ത് അല്ലേ. ജദ്ദും ജദ്ദത്തും ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ജദ്, ജദ്ദത്ത്, അതായത് ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞാൽ ആരാണ്? വല്യപ്പ. ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? വല്യമ്മ. ഈ ഗ്രാൻഡ് പയുടെ അല്ലേ, അതായത് അമ്മത്ത്, അതായത് ഇവിടെ വന്നത് അമ്മച്ചാണ്. അമ്മത്തും അമ്മുമാണ്. ആരാണ് അമ്മ അമ്മച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫാദറിൻ്റെ ആരാണിതാ, ഫാദറിൻ്റെ ബ്രദറാണ് അമ്മ അല്ലേ. ഫാദറിൻ്റെ ബ്രദറിനെയാണ് നമ്മൾ അമ്മ എന്ന് പറയുക. മദറിൻ്റെ ബ്രദറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹാല് എന്ന് പറയാം. മനസ്സിലായോ? ഫാദറിൻ്റെ ബ്രദറിനെയാണ് നമ്മൾ അമ്മ എന്ന് പറയുക. മദറിൻ്റെ ബ്രദറിനെയാണ് നമ്മൾ ഹാല് എന്ന് പറയാം. ഓക്കെ, അപ്പം നോക്കിയേ, ഈ ജദ് കഴിഞ്ഞാൽ പിന്നെ അമ്മും അമ്മത്തുമാണ് വരുന്നത്, ആൻറ്റിയും അങ്കിളും ആണ് വരുന്നത് അല്ലേ. അത് ആരുടെയാണ്? ഫാദറിൻ്റെ ആണ് കേട്ടോ. ഫാദറിൻ്റെ ബ്രദറും സിസ്റ്ററും ആണ്. ഓക്കെ, ഫാദറിൻ്റെ ബ്രദറും സിസ്റ്ററും ആണ് അമ്മും അമ്മത്തും. അടുത്തത് എന്താണ്? അഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ സഹോദരനാണ്. ഉഖ്ത് എന്ന് പറഞ്ഞാൽ സഹോദരിയാണ്. പിന്നെ ഹാലും ഹാലത്തും ഉണ്ട്. ഇത് രണ്ടും പഠിക്കണം. പിന്നെ ആരാളുള്ളത്? അന, ഞാനാണ് അല്ലേ. ഞാനാണുള്ളത്. അപ്പോൾ മക്കളെ, ഇത് നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് തന്നെ നിങ്ങൾ പോവണം. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാമിന് ചോദിക്കും എന്നുള്ളത് 100% ഇത് ഷുവറാണ്. ഷുവർ ആയിട്ടും എക്സാമിന് ഇത് ഈ പോർഷൻ ഉണ്ടാകും അല്ലേ. അപ്പോൾ നന്നായിട്ട് ഇവരുടെ പേര് പഠിക്കണം. ആദ്യം അന, ഞാനാണ്. പിന്നെ ഉഖ്ത് ഉണ്ട്, സഹോദരി. അഹ് ഉണ്ട്, സഹോദരനുണ്ട്. അബുൻ, ഉമ്മയുണ്ട്. ഉമ്മയല്ലല്ലോ, അബുൻ എന്ന് പറഞ്ഞാൽ ഉപ്പയുണ്ട്. പിന്നെ ഉമ്മുൻ, ഉമ്മയുണ്ട്. പിന്നെ എന്താണ്? ഹാലുണ്ട്, ഹാലത്തുണ്ട്. അമ്മുണ്ട്, അമ്മത്തുണ്ട്. പിന്നെ ആരാളുള്ളത്? പിന്നെ ആരാള്? ജദ്ദുണ്ട്, ജദ്ദത്തുണ്ട്. പിന്നെ ഇബ്നത്തു അമ്മ, കസിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പേരെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ വേറൊരു രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേ നോക്കിയേ, അബി, എൻ്റെ ഉപ്പയുണ്ട്. സൗജത്തി, ഇയാളുടെ വൈഫുണ്ട്. പിന്നെന്താണ്? ഉമ്മി, എൻ്റെ ഉമ്മയുണ്ട്. ഉഖ്തി, എൻ്റെ സിസ്റ്റർ ഉണ്ട്. അഹി, എൻ്റെ ബ്രദർ ഉണ്ട്. മൈ സൺ അല്ലേ, അതായത് ഇബ്നി, എൻ്റെ മകനുണ്ട്. ഇബ്നത്തി, എൻ്റെ മകളുണ്ട്. കണ്ടോ? അപ്പം ഇയാൾ പറയുകയാണെങ്കിൽ ആരൊക്കെ ഉണ്ട്? ഇയാൾ പറയുന്ന സമയത്ത് നോക്കുമ്പോൾ ഇയാളുടെ ഉപ്പ, ഉമ്മ, ഉപ്പ, വൈഫ്. പിന്നെ ആരാണ്? ഇയാളുടെ സിസ്റ്റർ, ബ്രദറ്, ഇയാളുടെ 2 മക്കള്. മനസ്സിലായോ? അപ്പം ഈ രീതിയിൽ നമ്മളെക്കുറിച്ച് നമ്മളുടെ എഴുതാൻ വന്നാൽ നമ്മളെ എന്ത് ചെയ്യണം? സ്വന്തത്തിൻ്റെത് എഴുതണം. ഓക്കെ, ഇവിടെ നോക്കിയേ, ആദ്യത്തെ ഒരു ഫാമിലി ട്രീ ആണ്. ഷജറത്തുൽ ആയിലത്ത്, ഫാമിലി ട്രീ. ഇവിടെ നോക്കിയേ, ആദ്യം വന്നത് ജദ്. ആരാണ്? നമ്മുടെ ഗ്രാൻഡ് പാ അല്ലേ, അതായത് ഗ്രാൻഡ് ഫാദറാണ്. പിന്നെ വന്നത് ആരാണ്? ജദ്ദത്ത്, ഗ്രാൻഡ് മദറാണ്. അവരാണ് ആ ഫാമിലിൻ്റെ തുടക്കം. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നത് ആരാണ്? അബി വ ഉമ്മി. ആരാണ്? അബി വ ഉമ്മി, എൻ്റെ ഉമ്മയും ഉപ്പയുമാണ് അല്ലേ, നമ്മുടെ ഉമ്മയും ഉപ്പയും. അത് കഴിഞ്ഞിട്ട് അമ്മി വ അമ്മത്തി, എൻ്റെ അങ്കിളും ആൻറ്റിയുമാണ്. ആരാണ്? അങ്കിളും ആൻറ്റിയുമാണ്. പിന്നെ ഏതാണ്? അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും മക്കൾക്ക് പറയുക എങ്ങനെയാണ്? ഇബ്നു അമ്മി, ഇബ്നത്തു അമ്മി. അങ്കിളിൻ്റെയും ആൻറ്റിൻ്റെയും മക്കൾക്ക് എങ്ങനെ പറയാ? ഇബ്നു അമ്മി, ഇബ്നത്തു അമ്മി. ഓക്കെ, ഇനി നമ്മളാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാ? അഹി, എൻ്റെ സഹോദരനുണ്ട്. അന, ഞാനുണ്ട്. ഉഖ്തി, എൻ്റെ സഹോദരിയുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ രൂപത്തിലാണ് മക്കളെ എന്ത് വരിക? ഷജറത്തുൽ ആയിലത്തി, അതായത് നമ്മുടെ ഷജറത്തുൽ ആയിലത്തി, നമ്മുടെ എന്താ പറയുക ഫാമിലി ട്രീ ഈ രൂപത്തിലാണ് വരിക. ഇനി നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത്? ഇവിടെ നോക്കിയേ, ജദ്ദത്ത് അല്ലേ, ജദ്ദത്തി, എൻ്റെ ജദ്ദത്ത് ഗ്രാൻഡ് മദർ ഉണ്ട്. ജദ്ദി, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്.
പിന്നെന്താണ് ഖാലത്തി, എൻ്റെ ആൻറ്റി ഉണ്ട്. ഖാലി, എൻ്റെ അങ്കിൾ ഉണ്ട് അല്ലേ. ജദ്ദത്തി, എൻ്റെ ജദ്ദുണ്ട്. ജദ്ദി, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്. അമ്മത്തി, എൻ്റെ അമ്മ ഉണ്ട്. അമ്മി, എൻ്റെ എന്താ പറയുക അങ്കിൾ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ ഹാലും അമ്മും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഹാല് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഉമ്മയുടെ അല്ലേ, അതായത് നമ്മുടെ ഉമ്മാടെ ആങ്ങളെയും പെങ്ങളും ആണ് കേട്ടോ. എന്നാൽ ഉപ്പാടെ ആങ്ങളെയും പെങ്ങളും ആണ് ആര്? അമ്മും അമ്മത്തും. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കുക. നമ്മുടെ ഉമ്മാടെ ആങ്ങളക്കും പെങ്ങളക്കും പറയുന്നതാണ് നമ്മൾ ഹാലും ഹാലത്തും. എന്നാൽ ഉപ്പാടെ ആങ്ങളക്കും പെങ്ങളക്കും പറയുന്നതാണ് നമ്മൾ അമ്മും അമ്മത്തും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? പിന്നെ നമ്മൾ ഉഖ്ത്, നമ്മൾ സഹോദരിയുണ്ട്. അഹി, നമ്മളെ സഹോദരനുണ്ട്. പിന്നെ നമ്മളും ഞാനും അല്ലേ. അപ്പോൾ ഇത് ഒരു നല്ല വൃത്തിക്ക് മക്കൾ പഠിച്ചു പോകണം. എക്സാമിന് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഇതേപോലെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് എങ്ങനെ എഴുതും? യെസ്, ആദ്യം തന്നെ നമുക്ക് ജദ്ദിനെ തുടങ്ങാം അല്ലേ. ആരാ ജദ്? ജദ് ആരാതാ? ഇവിടെ അതാ ജദ്, കണ്ടോ? ഇതാണ് ജദ്. അടുത്തത് ആരാണ്? ഉമ്മയാണ് അല്ലേ. ജദ്ദത്തുണ്ടോ? ജദ്ദത്ത് അവിടെ ഉണ്ടല്ലോ. അപ്പൊ ജദ്ദത്തിനെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക, കണ്ടോ? ജദ്ദത്തും കഴിഞ്ഞു. അടുത്തത് ആരാണ്? നമ്മുടെ ഉമ്മയുണ്ട് അല്ലേ. ഉമ്മയ്ക്ക് നമ്മളിതാ ഉമ്മ ഇവിടെ ഉണ്ട്. പിന്നെ ആരാളത്? അബുൻ, ഉപ്പ അവിടെയുണ്ട്. പിന്നെ ആരാളത്? ഉഖ്തുൻ, എൻ്റെ സഹോദരിയുണ്ട്. പിന്നെ ആരാണ്? അഹുൻ, എൻ്റെ സഹോദരനുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പിക്ചർ നോക്കിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കണം. ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റാണല്ലോ? അപ്പം എല്ലാ കുഞ്ഞുങ്ങളും ഇത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. ഓക്കെ, അപ്പം ഇൻഷാ അല്ലാ ഇനി കാണാം ലൈവിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.